ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഖത്തറിലുള്ള സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ എവിടെയെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടി പറയണേ, ഞാൻ ഖത്തറിൽ തുമാമയിലാട്ടോ. തുമാമിൽ ഫുർജാൻ മാർക്കറ്റ് ഇല്ലേ, അതിൽ 34ലാണ്. അപ്പോൾ നിങ്ങൾ ആ ഏരിയയിൽ ആരെങ്കിലും അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിതാ കുറച്ചിങ്ങനെ ഫ്രീ ആയിട്ടുള്ള ദിവസമാട്ടോ. അതാണ് രാവിലെ തന്നെ ടാബൊക്കെ പിടിച്ചിരിക്കണേ. പിന്നെ ഇന്ന് രാവിലെ എണിച്ചപ്പോൾ തന്നെ ഭയങ്കര വിശപ്പ്. സാധാരണ അങ്ങനെ വിശക്കാറൊന്നുമില്ല. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഇതാ സ്വിസ് റോളില്ലേ, അത് ചോക്ലേറ്റിൻ്റെ ഉണ്ട്, ഉള്ളിൽ വാനില ഫില്ലിങ്സ് വെച്ചിട്ട്. അപ്പോൾ അതുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതെടുത്ത് തിന്നെയാണ്. അപ്പോൾ ഇന്നെന്താ കുറച്ച് അധികം പണിയൊന്നും ഇല്ലാത്ത വിചാരിച്ചാൽ എൻ്റെ മൂത്താപ്പയും മൂത്തുമ്മയുണ്ട് ഇവിടെ. ഞാൻ അമ്മി കാക്കാന്ന് വിളിക്കുക കേട്ടോ. അത് നിങ്ങൾ ഞാൻ 2-3 വീഡിയോയിൽ പറഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ടെന്ന് ആരാന്നൊക്കെ. അപ്പോൾ മൂത്താപ്പ മൂത്തുമ്മയുണ്ട്. അപ്പോൾ അവർ ഖത്തറിൽ തന്നെയാണ്. അവർ തുമാമയിൽ അപ്പുറത്തെ ഭാഗത്തായിട്ട് തന്നെ കേട്ടോ. ഇവിടെ കുറച്ചായിട്ട് സെറ്റിലാണ് അവർ. അപ്പം ഇങ്ങനെ വീക്ക്ലി 2 ways അവരുടെ അടുത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ 2 ദിവസം അങ്ങോട്ട് പോകും. അപ്പോൾ ഐബൂന് അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കളിക്കുക. പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് വരും 2 ദിവസം. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ട് പോണ ദിവസമാട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ട് പോണ ദിവസം വ്യാഴാഴ്ചയാണ് ഇന്ന്. വ്യാഴാഴ്ച ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു പരിപാടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ബാക്കിയൊരു ദിവസം പോണ ദിവസം എന്താ വെച്ചാൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് നൈറ്റ് ഞാൻ അങ്ങോട്ട് വരും. ഒരു 7 മണിയൊക്കെ വന്ന് നൈറ്റ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക. പക്ഷെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഷാമിയൊക്കെ പൊതുവേ റൂമിലേക്ക് പോകും. ജഡ്ജും ഷാമിയൊക്കെ ഒക്കെ റൂമിലേക്ക് പോണ ദിവസമാണ്. അപ്പം അന്ന് എന്തായാലും നൈറ്റും കൂടി ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് വരിക. അപ്പോൾ പ്രത്യേകിച്ച് പണിയില്ല. അപ്പോൾ ഇന്നലെ പിന്നെ ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെമ്മീൻ മേടിച്ച് ഞാൻ വിചാരിച്ച് പോണങ്കാട്ടി മുമ്പ് തന്നെ ഒന്ന് കായം പരട്ടി എടുത്ത് വെക്കാമെന്ന്. കാരണം മീനല്ലേ, അപ്പോൾ നമ്മളിനിപ്പോൾ നാളെ വന്നിട്ട് എങ്ങനെ, ഇവിടുത്തെ ചില ഷോപ്പിലത്തെ മീൻ നല്ല ഫ്രഷ് ആവും, ചിലയിടത്ത് ഫ്രഷ് ആവില്ല. അപ്പോൾ എങ്ങനെയെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പ്രത്യേകിച്ച് ഇന്ന് പണിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതൊന്ന് അവർ ക്ലീൻ ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇതായി കഴിഞ്ഞൊക്കെ അത് ക്ലീനാക്കി എടുത്ത് വെക്കാമല്ലോ, ഒന്ന് കായം പറ്റി എടുത്ത് വെക്കാമല്ലോ വിചാരിച്ചിട്ടാ. അപ്പോൾ നിങ്ങൾ ഖത്തറിലുള്ളവരൊക്കെ എവിടുന്ന മീൻ മേടിക്കാമെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടാ. ഞങ്ങൾ ലുലുന്ന് അങ്ങനെ മേടിക്കൽ കുറവ്, ലുലുക്ക് പോലെ തന്നെ കുറവാണ്. കൂടുതൽ ഇതുപോലെ കെൻസിന്ന് മേടിക്കാറുണ്ട്. അതുപോലെ ഒരിക്കൽ അങ്ങോട്ട് ലോട്ടുള്ള ലുലു ഇല്ലേ, അവിടെ നിന്ന് പോയി മേടിച്ചത്. അവിടെ തിരക്കൊന്നുമില്ല, അവിടെ എന്തിനോ പോയപ്പോൾ അങ്ങനെ മേടിച്ചത്. കൂടുതലും കെൻസിന്ന് പിന്നെ ഷാമയൊക്കെ എവിടെയെങ്കിലും ഓഫർ കാണാനെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് പോയി മേടിക്കുക ചെയ്യാറിട്ടാ. പിന്നെ ഇന്ന് രാവിലെ ബീഫ് ഞാൻ നാട്ടിൽ നിന്ന് കൊടുക്കുന്നത് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2-3 പീസ് ഇങ്ങനെ മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് മറ്റേ പൊട്ടാറ്റോ ഇട്ടിട്ട് അതിൽ പൊട്ടാറ്റോ ആഡ് ചെയ്തിട്ട് ഒന്ന് അങ്ങനെ മിക്സ്ഡ് കറി പോലെ ആക്കാമെന്ന്. എന്താ ഞാൻ ചിരിക്കണമെന്ന് അറിയാം, ഷാമിയൊക്കെ ഈ കറിക്ക് തട്ടിപ്പ് കറി എന്നായിട്ട് പറയുക. അതായത് ഷൊർണൂരി കറി ഉണ്ടാക്കുമ്പോൾ ഷാമിയൊക്കെ എപ്പോഴും പറയും തട്ടിപ്പ് കറി എന്ന്. അതായത് ചിക്കനും ബീഫൊക്കെ കുറച്ചിലുണ്ടാവുള്ളൂ, നമ്മൾ ഉരുളങ്കിയെങ്കിലല്ലേ ആഡ് ഓൺ ചെയ്തിട്ട് കുറേ ഉണ്ടാവുക. ചിക്കൻ ഇഷ്ടമായിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്ക് നല്ല ഇഷ്ടം. കാരണം എൻ്റെ ഉമ്മ മുമ്പേ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഉരുളങ്കിയും ഇട്ട് വെക്കുക ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ രണ്ടും കൂടിയിട്ടുള്ള ഇഷ്ടം. അപ്പോൾ ഞാൻ അതാ ഒക്കെ അരിഞ്ഞ് വേണ്ടതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചത്. ഞാൻ പറഞ്ഞു കുറച്ച് ബീഫ് തന്നെ ഉള്ളൂ കേട്ടോ മസാല ഇട്ട് വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് കുക്കറിൽ തന്നെ വെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഞാനതൊന്നും കാണിക്കില്ല കേട്ടോ വീഡിയോയിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ ഏറ്റവും പാളൊരു കേസ് തോന്നിയതാ, ചെമ്മീൻ ഞാൻ പൊതുവേ ഇവിടെ അങ്ങനെ നന്നാക്കി കിട്ടാറില്ലല്ലോ. കെൻസിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും നന്നാക്കി കിട്ടാറില്ല. നമ്മളിവിടെ വന്ന് അതുപോലെ ഓഫറിൽ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല നന്നാക്കി കിട്ടാറില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഷാമയൊക്കെ മേടിച്ചു കൊടുക്കുന്നത് എന്തോ നന്നാക്കി കിട്ടി. പക്ഷേ എനിക്ക് തോന്നുന്നു നന്നാക്കി കിട്ടണ്ടായിരുന്നില്ല. ഇത് ഇരട്ടി പണി. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ ബ്ലാക്ക് കളർ നമ്മൾ കളയണം, അവർ കളഞ്ഞു തരില്ല. ശരിക്കും എന്താ വെച്ചാൽ ഞാൻ തീരെ ചെമ്മീനൊന്നും കത്തിയോണ്ട് നന്നാക്കാറില്ല, അതായത് വൃത്തിയാക്കാറില്ല. എപ്പോഴും ഞാൻ കൈകൊണ്ട് വൃത്തിയാക്കുക. അതായത് കൈകൊണ്ട് തോല് കളഞ്ഞ് തല കളഞ്ഞ് അങ്ങനെ കൈകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് കളർ ഇങ്ങനെ എടുക്കുക ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ഒരു ഫ്ലോ ഉണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യണോണ്ട് ഇക്കാര് കൈകൊണ്ട് ചെയ്തിട്ടൊരു ഫ്ലോ അറിയാം. പെട്ടെന്ന് എടുത്ത് തൊലി എടുത്ത് അങ്ങനെ കഴിയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ക്ലീനാക്കി തന്നുകൊണ്ട് തന്നെ കത്തിയോണ്ട് ഇങ്ങനെ വരഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഫ്രണ്ടിൽ നിന്നും വരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കുറേ നേരം എടുക്കണ പോലെ തോന്നും. മറ്റേനാട്ടിയും കുറേ നേരം നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടാവും കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ്
ചെമ്മീനൊക്കെ കളയാന്ന് ഒന്ന് പറയട്ടെ. എനിക്ക് എന്ത് മുമ്പേ ഞാനങ്ങനെ കൈയോട് കളഞ്ഞിട്ട് അതൊരു ഫ്ലോ ആയി, ഓരോരുത്തർക്കും ഓരോ ഫ്ലോ അല്ല. പിക്ക് ഇതിപ്പോൾ ഞാൻ ക്ഷമയൊക്കെ പറയായിരുന്നു, ബാക്കിയുള്ള മീനൊക്കെ കുഴപ്പമില്ല നന്നാക്കി കിട്ടുന്നത്, പക്ഷെ ഇത് നന്നാക്കി കിട്ടുന്നത് ഇരട്ടിപ്പണി തോന്നി. വീണ്ടും ഞാൻ കുറേ മെനക്കെട്ട് വേണ്ടി വന്ന് പറയായിരുന്നു. അപ്പോൾ ക്ഷമയൊക്കെ പറയുന്നത് നന്നാക്കി കിട്ടിയതും ഇപ്പോൾ ഒരനക്ക് ഇനിയിപ്പോൾ അതും കൂടി കളയാം, പക്ഷെ അത് കളഞ്ഞു. പക്ഷെ നമ്മളത് കളയാണ്ട് തിന്നാലും നമുക്ക് അത് കേടല്ലേ, വയറിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് കുറേ നേരം നിന്നിട്ട് സമയം പോയിട്ട് ഒന്നും പണിയില്ലാതെ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ട നിങ്ങൾ കളയാണ്ട് തന്നെ മനസ്സിലായി, ഞാൻ കുറേ നേരം എടുക്കണ പോലെയൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ ഒരുവിധേനൊക്കെ നന്നാക്കി കഴിഞ്ഞ് അവിടെ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. അപ്പത്തിന് ഇതാ നല്ല തട്ടിപ്പ് കറി ക്ഷമയൊക്കെ പറയണത്. പക്ഷേ നല്ല കുറുക്കി നല്ല കറിയാട്ടാ, കുക്കറിൽ വെച്ചുകൊണ്ട് നല്ല സെറ്റായി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രോസൺ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കായം പരത്തിയിട്ട് ഈ ബോക്സിലാക്കിയിട്ട് മറ്റേ നാളെ എടുക്കണോണ്ട് തന്നെ ഞാൻ ഫ്രീസറിൽ വെക്കില്ല, ചില്ലറില്ല ഫ്രിഡ്ജിത്തെ, അതിൽ വെക്കാം. അപ്പം ഇന്ന് ഞാൻ അധികം കണ്ടാൽ മനസ്സിലാവട്ടെ, അധികം മസാല പരത്തിയിട്ടില്ല. എന്താ വെച്ചാൽ നാളേക്കും മറ്റന്നാൾക്കും 2 ദിവസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെമ്മീനിലൊക്കെ വേഗം ഉപ്പും എരിവൊക്കെ വേഗം പിടിക്കേണ്ടതല്ലേ. അപ്പോൾ ഞാനിങ്ങനെ മൈൽഡായിട്ട് മസാല പരത്താറുള്ളൂ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. കാരണം ഉപ്പ് കൂടി കഴിഞ്ഞാലും കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് ആ പൊരിക്കണ സമയത്ത് കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ആഡ് ഓൺ ചെയ്താൽ മതിയല്ലോ. ഒരു വട്ടം പണി പാളിയിട്ടുള്ള ചെമ്മീൻ അങ്ങനെ വെച്ചിട്ട് അതാട്ടാം. അപ്പോൾ ഞാനങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കട്ടെ. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ വെക്കുകയും ചെയ്ത് കുറച്ചുകൂടി പോണ സമയത്ത് ചില്ലറിലെടുത്ത് വെച്ച്. അപ്പോൾ അത് ആ പോണങ്കാട്ടി മുമ്പൊന്ന് അടിച്ചോരി വൃത്തിയാക്കി പോയച്ച്. കാരണം ഞാൻ പറഞ്ഞില്ലേ എന്തായാലും നൈറ്റ് എത്തുമ്പോൾ 10 മണിയൊക്കെ ആവും. അപ്പം ഞാൻ രാവിലെ അതാണ് ഫ്രീ ആയിട്ട് ഇരുന്ന് എനിക്ക് മനസ്സിലായി. രാവിലെ ഞാൻ ഒന്നും ചെയ്യാൻ പോയില്ല. കാരണം അയബു എണീച്ച് കളിയൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടി അടിച്ചു പോയി ഇതുപോലെ ആവും എന്നൊക്കെ അറിയാം. എന്ന് ഉച്ചക്കുള്ള പണിയാണല്ലോ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും പോണങ്കാട്ടി മുമ്പ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോയാൽ കുഴപ്പമില്ല. എനിക്ക് വന്ന് കഴിഞ്ഞ പിന്നെ ആ ഒരു ക്ലീൻ ആക്കി കിട്ടുമ്പോൾ രാത്രി നല്ലൊരു ആശ്വാസം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുറത്ത് പോകുമ്പോഴൊക്കെ ക്ലീൻ ആക്കി പോകണ്ടട്ടെ എപ്പോഴും ഇഷ്ടം. കാരണം എപ്പോഴും ആരും നമ്മളെ കൂടെ വരാമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ വരുമ്പോൾ എന്ത് നമ്മൾ വീടിങ്ങനെ കാണുമ്പോൾ ഒരു നമ്മളെ കുറിച്ചുള്ളൊരു ഇമ്പ്രഷൻ പോവില്ല. അപ്പം ഞാൻ എപ്പോഴും എവിടേക്ക് പോകുമ്പോഴായാലും ഹോൾ എന്തായാലും ക്ലീൻ ആക്കിയിട്ടേ പോവാട്ടോ എന്നുള്ളതാ. നടക്കങ്ങട് കുട്ടിയെ നടന്നോട് മടിയാ. അപ്പം അങ്ങനെ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഇതാ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. പൈബൂസ് തോക്കൊക്കെ ആയിട്ട് പോകണം, അവിടെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകും ഒരാൾ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതായിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഇതാ ചിക്കൻ പൊരിച്ചത്, ചോറ്, മോരുകറി, ഇഞ്ചിമുളിയൊക്കെ. അമ്മിയുടെ ഇഞ്ചിമുളി നല്ല ടേസ്റ്റ് ആട്ടോ. കാരണം നല്ല മധുരമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക. അധികം എരിവില്ലാത്ത നല്ല മധുരമുള്ള ഇഞ്ചിമുളിയൊക്കെ ഇഷ്ടം കൂടുതലായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾക്ക് ഷാമയൊക്കെ കാറ്റുപ്പേരൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അതാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ചിക്കൻ പിന്നെ അവർക്ക് വലിയ നമ്മൾ ഒരു ദിവസം ചിക്കൻ ആയിരിക്കും, അവർ മീനെ കൂടുതൽ തിന്നാറ്. എവിടെ ചിക്കൻ? ദിസ് ഈസ് ചിക്കൻ. യാ യാ ഹൗ ഈസ് ചിക്കൻ? ഓ എങ്ങനെയുണ്ട്? എന്ത് കണ്ണി നോക്കി മൂത്ത് നോക്കി പറയും. ഇപ്പൊ മൂപ്പരാൾ ഇവിടെ വന്ന കാക്കാടെ ആളാട്ടെ. കാക്ക പറഞ്ഞ മൂത്താപ്പാനെ കിട്ടിയ ഭയങ്കര കാര്യം മൂപ്പരാൾക്ക്. മൂത്താപ്പാനെ ഭയങ്കര ഇഷ്ടം. കാരണം പൊതുവെ ഇവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും അവൻ്റെ നടക്കും എന്നുള്ള ഇതാണ്. കാരണം ഇവരിങ്ങനെ അധികം ചീത്തൊന്നും പറയാത്ത എല്ലാം സാധിപ്പിക്കലാണ് മൂപ്പരാളെ പരിപാടി. അപ്പം അവിടെ അവൻ കളിക്കാൻ പോയിട്ട് കുട്ടികളായിട്ട്. അപ്പം ആ നേരം ഞാൻ TV കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഡിക്കും കാക്കാക്കും ഇതുപോലെ TV ഭ്രാന്തെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളുണ്ടാവും ഇരുന്നിട്ട് ഇങ്ങനെ TV കാണേണ്ട. അപ്പോൾ മൂപ്പരാൾ അവിടെ കുറേ കുട്ടികളുണ്ട്. ഇവിടെ ഒരു ഗവൺമെൻറ് ഫ്ലാറ്റ്, അതുകൊണ്ട് നല്ല വലിയ ഫ്ലാറ്റ്, ഹോളൊക്കെ പുറത്തൊക്കെ നല്ല വലിയ വരാന്തൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കുട്ടികളുണ്ടാവും കളിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും. അപ്പോൾ അതാണ്ട ഇപ്പം ഇവിടെ എന്താ വെച്ചാൽ അപ്പുറത്തുള്ള കുട്ടികൾ ഇപ്പോൾ അവർ പൊതുവേ ഈ വരാന്തയിൽ എപ്പോഴും ഓടിക്കളിക്കുന്നുണ്ടാവുക. കുട്ടികളെ നേരം ഉണ്ടാവും പറയണേക്കാം. അപ്പം ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവനും അവരെ കൂടെ ഓടിക്കളിക്കുക ചെയ്യുക. ഇടയ്ക്ക് പിന്നെ ഇവർ വലിയ കുട്ടികളായതുകൊണ്ട് വലിയ കുറുമ്പ് കാട്ടാറില്ല കേട്ടോ. കുറുമ്പട്ടിൽ കുറച്ച് വലിയ കുട്ടികളല്ലേ. മറ്റേ നമ്മളുള്ള കുട്ടീനായിട്ട് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗുസ്തിയാണ് ഇടയ്ക്ക്. രണ്ടാളും ചെറുതായതുകൊണ്ട് ഇവർ പിന്നെ വലിയ കുട്ടികളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അതിനനുസരിച്ച് അങ്ങനെ നിൽക്കും. ഇപ്പം കളിക്കാൻ പോകുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ തല്ലുവിടുമ്പോൾ ടെൻഷനാണ്. കാരണം കുട്ടികളൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുകൂടി കഴിയും. കുട്ടികളാണ്, എന്നാലും നമുക്ക് ഇടയ്ക്ക് തല്ലുവിടുമ്പോഴേ ഒരു ഇതാണ്. അതാ ഈസ ചത്തു. അതാ അതാ
പിന്നെ അല്ലെങ്കിൽ 3 കുട്ടികളൊക്കെ ഉണ്ടാവാറട്ടെ സാധാരണ ദിവസം വന്നു കഴിഞ്ഞാൽ. ഇന്ന് വ്യാഴാഴ്ച ആയിരുന്നു, അപ്പം അവർക്കൊന്നും 2 ദിവസം ലീവല്ലേ. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ അടിയിലെ ഫ്ലാറ്റിലുള്ള കുട്ടികളും കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഇപ്പോൾ ഫുള്ള് കണ്ട വലിയ വരാന്തായിട്ട് ഫുള്ള് ഓടിക്കളിയാ. മൂപ്പരാൾക്ക് ഇവിടെ വന്നാൽ അങ്ങനെ നല്ല ഇഷ്ടം, കുറേ ഓടിക്കളിക്കും. എവിടെ പോയാലും മൂപ്പരാൾക്ക് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളവിടെ ആണെങ്കിലും അപ്പുറത്തെ വില്ലയിലും കുട്ടികളുണ്ട്. ഇപ്പോൾ എവിടെ പോയാലും ഐബുന് കളിക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് ഇപ്പോൾ അവനക്ക് വലിയ കുഴപ്പമില്ല. ഇതായത് നമ്മളവിടെ ആൾക്കാരുണ്ട്, ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെ ആകുമ്പോൾ കുറേ കുട്ടികളൊക്കെ ടോയ്സൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇവിടെ വന്ന ദിവസം അവൻ ഇങ്ങനെ ഫുൾ എൻഗേജ്ഡ് ഉണ്ടാവും. ഉറക്കാനാണ് പണി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. കുറേ മെനക്കെട്ട് അങ്ങനെ ഇതാക്കിയിട്ട് ഉറങ്ങുകയും ചെയ്യാം. നമ്മളവിടെ ആകുമ്പോൾ ആ സമയത്ത് ഷാമിയൊക്കെ ഉറങ്ങുമ്പോൾ അവൻ ഷാമിയക്കടെ കൂടെ കിടന്ന് അങ്ങനെ ഉറങ്ങുവേ. പിന്നെ അവർ ഉള്ളിലായി, ഇവന് ഓരോ പാട്ടൊക്കെ വെച്ചിട്ട് കളിയിലും അവരത് നോക്കിയിരിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ അത് വൈകിട്ടൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ അവർ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട്, വ്യാഴാഴ്ചയല്ല അപ്പോൾ വ്യാഴാഴ്ചയിൽ കൂടുതൽ പുറത്തിറങ്ങി ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കുക ചെയ്യാറ്. ഞാൻ പറഞ്ഞു പിന്നെ ഷാമിയൊക്കെ ജഡ്ജു വ്യാഴാഴ്ച ആയതുകൊണ്ട് എന്തായാലും അവർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ റൂമിൽ പോകും. അവർ രാത്രി ഫുഡ് അവിടെ നിന്ന് കഴിക്കാറ്. അപ്പോൾ പിന്നെ ഞാനും ഷാനയും ഇങ്ങനെ ഇവരെ കൂടെ പോവുക ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ റൂമിൽ ഇരിക്കേണ്ടത്, അപ്പോൾ ഇവരെന്തായാലും പുറത്തിറങ്ങുമ്പോൾ വെച്ചിട്ട് അങ്ങനെ പോവുക ചെയ്യാറ്. മൂപ്പരാൾ പറയുന്നിട്ടേക്ക് കാക്കാന് ഇഷ്ടമുള്ളൂ അമ്മിന് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മിന് ഇങ്ങനെ വട്ടാക്കേ. കാക്ക എന്താ വെച്ചാൽ എല്ലാത്തിനും കൂട്ടിക്കോ. എങ്ങനെ ഇപ്പോൾ കാക്ക പൊതുവെ അങ്ങനെ ഇവനക്ക് ആണുങ്ങളോട് കൂടുതൽ ഇങ്ങനെ കമ്പനി പൊതുവെ ചെറുപ്പം മുതലേ. അപ്പം അങ്ങനെ ഞങ്ങളൊരു പാർക്കിൽ പോയിട്ട്, ചൂടല്ല അപ്പം ഇവന് കുറച്ച് നേരം കളിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പാർക്കിൽ പോയതാണ്. പാർക്കിൽ പോയിട്ട് ഇവന് കളിക്കുകയും ചെയ്യുക. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിൽ അങ്ങനെ പാർക്കിൽ പോയി. വരൂ എമീൻ വരൂ എമീൻ. വരികേ ആ വന്നോ ഉരുക്കാൻ പറ്റത് ഉരുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ മെല്ലെ ഇന്ന് ഫുള്ള് ഉരുകന്നെ ഇരുന്നിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളന്ന് തുമ്മാമ പാർക്കിൽ പോയപ്പോൾ അവൻ ട്രൗസർ അല്ലെങ്കിൽ ബനിയൻ സ്റ്റെഫിൻ്റെ പാൻ്റ് ആയിരുന്നു. അപ്പോൾ അവനക്ക് അങ്ങനെ സ്മൂത്തിൽ ഉരുക്കാൻ പറ്റേണ്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ ജീൻസ് ആയിട്ട് നല്ല ഫ്ലൂയിൽ ഇങ്ങനെ ഉരുക്കാൻ പറ്റില്ല. അപ്പോൾ ഫുള്ള് കുറേ നേരം ഉരുക്കി കളിക്കേണ്ടിയിരുന്നു. ഇപ്പം ഞങ്ങൾ ഇതിൽ കയറ്റാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇതിൽ നോക്കുമ്പോൾ അറബി കുട്ടികളെ പൊരിയന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്പീഡിലാക്കേണ്ടിയിരുന്നിട്ടാ. പക്ഷെ അവനക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും മൂപ്പരാൾക്ക് വലിയ പേടിയില്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ കയറിപ്പോവും അങ്ങനത്തെ കാര്യത്തിലൊന്നും പേടിയില്ല. ഭയങ്കര പ്രായത്തിനായിട്ട് കുറച്ച് വലിയ ആളാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിക്ക് പോയി, കാലിക്കറ്റിനോട്ട് പോകുന്ന ഇന്ത്യൻ കോഫി ഹൗസിക്ക് പോയി. എന്താ ഞാനും അമ്മയും കാക്ക കൂടിയിട്ട് അങ്ങനെ പോയി. അവിടുത്തെ ആംബിയൻസ് ഇങ്ങനെ പുറത്ത് കോടൊക്കെ വെച്ചാൽ രസമായിട്ടോ. അങ്ങനെ പോയിട്ട് ഓരോന്നൊക്കെ അങ്ങനെ ഓർഡർ ചെയ്തിട്ടാണ് നമുക്ക് ഇഷ്ടം അങ്ങനെ ഓർഡർ ചെയ്ത് പറഞ്ഞിട്ട്. കാക്ക പൊതുവേ എവിടെ പോയാലും പിന്നെ ചപ്പാത്തി കഴിക്കുള്ളൂ, അങ്ങനെ പുറത്തത്തെ ഫുഡ് അങ്ങനെ പൊതുവേ കഴിക്കാറില്ല. അപ്പോൾ അതിപ്പോൾ പൊരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുവിധം പിടിച്ചിരുത്തിയൊക്കെ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഇതുപോലെ ഡ്രാഗൺ ചിക്കൻ ഓർഡർ ചെയ്ത്. പിന്നെ ഇക്കും കാക്കാക്കും ഷേനാക്കൊക്കെ മീനിൻ്റെ ഐറ്റംസ് ഇഷ്ടമാണ്. അമ്മയ്ക്ക് വലിയ പൊതുവെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ പുറത്ത് പോകുമ്പോൾ അങ്ങനെ കഴിക്കില്ല. അപ്പം ഞങ്ങളെ കൂടെ വരുമ്പോൾ കഴിക്കാൻ വെച്ചിട്ട് അങ്ങനെ സീബാസിൻ്റെ ഒരു ഗ്രില്ല് ഓർഡർ ചെയ്ത്. പിന്നെ സാധാ പോലെ ഒരു മാംഗോ കറി ഓർഡർ ചെയ്ത് ഫിഷ്. പിന്നെ ഓരോരുത്തർക്ക് വേണ്ട പൊറോട്ട ചപ്പാത്തി അങ്ങനത്തെ. ഞാൻ ആദ്യം വെള്ളപ്പം മേടിക്കാൻ വേണ്ടി വെള്ളം പിടിച്ചു. പക്ഷേ വെള്ളപ്പം പൊതുവെ ഇഷ്ടമായില്ല. വലിയ ഇങ്ങനെ നടുവിൽ ഭയങ്കര വീർപ്പുള്ള വെള്ളപ്പൊക്കെ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പിന്നെ നൈസ് പത്തിരി തരുന്നു പൊറോട്ട ചോദിച്ചപ്പോൾ അതുമില്ല. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ വീട്ടിൽ പോകട്ടെ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഐബൂന് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറക്കി തിന്നിട്ട് ഇനി വീട്ടിൽ പോയിട്ട് വേണം കഞ്ഞി കൊടുക്കാൻ. അവന് പറക്കി തിന്നില്ല അങ്ങനെ ശരിയാവില്ലല്ലോ, കഞ്ഞി കൊടുത്താലേ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗിലായിട്ട് കാണാട്ടെ. ഇനി ഇത് കഴിഞ്ഞ ഐബൂൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ ഉണ്ട് ഐബു പറയുന്നത്, അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അടുത്ത വ്ളോഗിൽ കാണാം. പിന്നെ ചിക്കത്തിന് പിന്നെ പോവാത്തത്തിന് പിന്നെ വീടുകൊലിട്ട് പിന്നെ അമ്മാരെ കാണി അനിത്തെ കാണി അതേമായിരിക്കും അബു കുയിക്ക വെള്ളത്തിൽ കഴിക്ക അല്ലെങ്കിൽ Tata. Tata. Ma.